ഹീറോ, ഞങ്ങളെ രക്ഷിക്ക്. മനുഷ്യൻ ഇവിടെയുള്ള കാട് മൊത്തം വെട്ടി നശിപ്പിക്കുകയാണ്. നമ്മൾ ഇനി എവിടേക്ക് പോകും? നമുക്കൊരു വീട് എവിടെയാണ് ഉണ്ടാവുക? ചേടാ, വന്നപ്പോ തന്നെ കംപ്ലൈന്റ് തുടങ്ങിയോ നീ? ഒരുപാട് ദൂരത്തുനിന്ന് വന്നതല്ലേ, വിശന്നിരിക്കായിരിക്കും. ചെന്ന് കുറച്ച് ചാട്ട് കഴിക്ക്, മറ്റേതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവന്മാരിതെന്താ ചെയ്യുന്നേ? നാടകത്തിൽ ചാട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ചെന്ന് മനുഷ്യരോട് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പറയുന്നത് അവർ സമ്മതിക്കും. അവർ ഒരിക്കലും കാട് വെട്ടി നശിപ്പിക്കില്ല. ഈ സന്തോഷ വാർത്ത കേട്ടോണ്ട് നമുക്കൊരു പ്ലേറ്റ് ചാട്ട് കഴിക്കാം. മൃഗങ്ങളല്ല ചാട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചാറ്റ് കഴിക്കുന്ന നാടകം താൻ എന്തിനാ ഉണ്ടാക്കിയത്? ആനിമൽസ് ആരെങ്കിലും ചാറ്റ് കഴിക്കുള്ളൂ. എല്ലാരും നമ്മളെ കളിയാക്കി ചിരിക്കുക. സർ, ഞാൻ പറയുന്നത് വിശ്വസിക്കും സർ. പ്ലേയില് ചാട്ടിന്റെ ഒരു സീനും ആഡ് ചെയ്തിട്ടില്ല. കൂട്ടുകാരെ, ആഹാരവും സ്നാക്സ് ഒക്കെ കഴിച്ചത് മതിയാക്ക്. ഇനി നമ്മൾ ഒറിജിനൽ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചാലോ? നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ ചെന്ന മനുഷ്യരോട് സംസാരിച്ചു നോക്കട്ടെ. അവരിപ്പോ വന്നുകൊണ്ടിരിക്കുവായിരിക്കും. നിങ്ങൾ പോയി മറിഞ്ഞിരുന്ന് നോക്ക്. ഞാൻ സിഗ്നൽ തരുമ്പോൾ നിങ്ങൾ എല്ലാരും പുറത്തു വന്നാ മതി. കൊള്ളാം കൊള്ളാം, താങ്ക് യു ഹീറോ. ഈ ക്യാപ്പിൽ നമുക്കെല്ലാവർക്കും ഓരോ പ്ലേറ്റ് ചാട്ട് വെച്ചേക്കാം. പതുങ്ങിയിരിക്കുമ്പോ കഴിച്ചോണ്ടിരിക്കാം. എടാ തടിയം ഗൊറില്ല, മതിയാക്ക് നിന്റെ തമാശയും ചാട്ടും. എടാ ഹീറോ, എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ദയവ് ചെയ്ത് ഈ കാട് വെട്ടി നശിപ്പിക്കരുത്. മൃഗങ്ങളും അവരുടെ കുടുംബവും എങ്ങോട്ട് പോകും? നിങ്ങൾ തന്നെ പറയേ. അവരെങ്ങോട്ട് പോയാലും നമുക്കെന്താ? നമുക്കതൊരു പ്രശ്നമല്ല. എടാ ധിക്കാരം പിടിച്ച മനുഷ്യ, നിന്റെ ഈ ആക്രമണം ഒന്ന് നിർത്ത്. ഈ കാട് വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങൾക്കുമുണ്ട് ജീവൻ. കലക്കി മനസ്സിന് തൃപ്തിയായി. എന്നാ പിടിച്ചോ, ഈ സമയത്ത് ചാട്ട് കഴിക്കേ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ കാടിന്റെ രാജാവ് സിംഹം വന്ന് നിങ്ങളോട് സംസാരിക്കും. ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. ഞാൻ ഒറിജിനൽ സിംഹമല്ല, ഡമ്മി സിംഹമാണ്. എന്റെ ഗർജന ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ എന്റെ ഈ കോസ്റ്റ്യൂം. വീർ, ഇന്നാ കയറ്. അവനെ പിടിച്ച് കെട്ടിവെക്ക്. ഞാൻ പോയി ചിണ്ടുനെ വിളിച്ചോണ്ട് വരാം. ആരെങ്കിലും രക്ഷിക്കണേ. എന്ത് കളിയാ ഇതൊക്കെ? എല്ലാ ജനറുകളും മറന്നു പോകുന്നു. ബാഗ് എല്ലാം ഒഴുകി. വീർ, നമ്മൾ അവന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് വേണം അവനെ ട്രാപ്പ് ചെയ്യാൻ. അവനെ മാജിക് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അവനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവനെ ക്ലോസ് ചെയ്യാൻ വിചാരിക്കുന്നില്ല. കാരണം അവന്റെ വയറ്റിന്റെ അകത്ത് ഒരുപാട് പേരുടെ കാശും ആഭരണവും ഉണ്ട്. പക്ഷെ അവന്റെ വീക്ക്നെസ് എന്താന്ന് മനസ്സിലാകുന്നില്ല. പിഗിന്റെ വീക്ക്നെസ് ചെളിയാണ്. അവനെ ഏതെങ്കിലും ചെളിയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അവനെ ട്രാപ്പ് ചെയ്ത് കെട്ടിക്കൊണ്ടുവരാം. വെരി ഗുഡ് ഐഡിയ എമിലി. ഞാൻ ഇതേ റോഡിന്റെ എൻഡില് ചെളി റെഡിയാക്കി വെക്കാം. നീ പതുക്കെ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്ക്. പക്ഷെ നീ അവനെ എങ്ങനെ കൊണ്ടുവരും? സോറി അങ്കിൾ, മൈൻഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ ആഭരണങ്ങളെല്ലാം ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് തരാം. ഓക്കേ വീർ, നീ ചെല്ല്. ഞാൻ അവനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാം. എമിലി സൂക്ഷിക്കണം. എടാ പിഗി ബാഗേ, നിനക്ക് ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ? ദാ പിടിച്ചോ. വീർ, വേഗം ചെയ്യ്. അവൻ എന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിലും കൂടുതൽ സ്പീഡായിട്ട് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. എമിലി, കുറച്ചു സമയത്തിനുള്ളിൽ ചെളിയെല്ലാം റെഡിയാകും.
ഒന്ന് വേഗം റെഡിയാക്ക്. അവൻ എന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതിൽ കൂടുതൽ വേഗത്തിലേക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേക്കും മിലി, ചെടിയെല്ലാം റെഡിയായി കഴിഞ്ഞു. വീർ! ആ ബോസ്, നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്ത് കഴിഞ്ഞു ബോസ്. എല്ലാ മൃഗങ്ങളെയും ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞു. ആ വീർ ഇങ്ങോട്ട് വരട്ടെ, അവൻ നമ്മുടെ ഇരയായിട്ട് മാറുന്നതാണ്. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഇതിനു മുമ്പ് നീ ഡോങ്കിയെ കണ്ടിട്ടില്ലേ? കുറച്ചു മുമ്പ് ഒരു മനുഷ്യൻ മാസ്ക് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ഏതോ ഗ്യാസ് സ്പ്രേ ചെയ്തിട്ട് പോയി. അതിനുശേഷം ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരെയും അവർ പിടിച്ചോണ്ട് പോയി. ആരോ വന്ന് മൃഗങ്ങളെ പിടിച്ചോണ്ടോ എന്നാണ് അവൻ പറയുന്നത്. വേഗം വാ, നമുക്ക് പോയി വീറിനോട് പറയാം. ഇന്ന് എന്താ പറ്റിയത്? ഒരു വലിയ മൃഗത്തെ പോലും നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. വീർ, ആരോ വന്ന് മൃഗങ്ങൾക്ക് നേരെ ലാഫിംഗ് ഗ്യാസ് സ്പ്രേ ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരു പൂച്ച വന്ന് ഈ കാര്യം പറഞ്ഞെന്നാ പറഞ്ഞത്. മാഡ് മാക്സ്, അവന്റെ കയ്യിലാണ് ഒരു പൂച്ചയുള്ളത്. അവനായിരിക്കും ലാഫിംഗ് ഗ്യാസ് യൂസ് ചെയ്തിട്ടുള്ളത്. ചിണ്ടു, നീ എന്നെ പോലെ മാറി എമിലിയെ പ്രൊട്ടക്ട് ചെയ്യ്. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. റോബോബോയ് സ്യൂട്ട് ഓൺ. ചിണ്ടു, അവനെ നമുക്ക് ഹെൽപ്പ് ചെയ്യണം. വാ പോകാം. ചിണ്ടു വേഗം വാ. സാർ എനിക്കിപ്പോ വീർ ഫോൺ ചെയ്തായിരുന്നു. ആരോ കുറെ മൃഗങ്ങളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവാന്ന് കേട്ടു. എന്താ പറഞ്ഞേ? ഓ നോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ടാണ് ഒരു മൃഗങ്ങളെ പോലും നമുക്ക് കാണാൻ പറ്റാത്തത്. ഒരു കാര്യം ചെയ്യ്, എല്ലാവരും വേഗം വാനിൽ കയറിയിരിക്കെ. ഞാൻ ചെന്ന് ചെക്ക് ചെയ്യാം. റോബോട്ട്സ് എല്ലാം റെഡി ആണല്ലോ. റോബോബോയ് ഈസ് കമ്മിങ്. ഫൈറ്റ് ബാക്ക്, അവനെ തിരിച്ചടിക്ക്. നിനക്ക് എന്താ പറ്റിയത്? മൂവ് ചെയ് മോനെ. അപ്പൂപ്പ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ആലോചിച്ച് തുടങ്ങുമ്പോ തന്നെ അവൻ എന്നെ പഞ്ച് ചെയ്യുവാണ്. നിന്റെ റിയാക്ഷൻ ഒരുപാട് ലേറ്റ് ആവുന്നു മോനെ. മെമ്മറി ചിപ്പിൽ എന്തോ ഡാമേജ് പറ്റിയിട്ടുണ്ട്. നോക്ക്, അവൻ വരുന്നു. അവൻ നിന്റെ നേർക്ക് കാല് നീട്ടുകയാണ്. വേഗം മാറ്. ബോസ്, വെരി ഗുഡ്. നിങ്ങൾ വളരെ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട് ബോസ്. നിങ്ങളുടെ റോബോട്ട് നിങ്ങളെക്കാളും ഒരുപാട് ദൂരത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ കമാൻഡ് അതുപോലെ ചെയ്യുന്നുണ്ട് ബോസ്. അപ്പൂപ്പ, ഡ്രാഗോസിനെ മാഡ് മാക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഡ്രാഗോസ് സ്വയം ഫൈറ്റ് ചെയ്യല്ല. ഓ, അപ്പോ അവൻ റിമോട്ട് കൺട്രോൾ ഡിവൈസ് യൂസ് ചെയ്യണം തോന്നുന്നു. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല മോളെ. പക്ഷേ ഇപ്പൊ എന്റെ വിഷമം എന്താണെന്ന് അറിയാമോ? വീറിന്റെ മെമ്മറി ചിപ്പ് ഒരല്പം ഡാമേജ് ആയി പോയി. അവന്റെ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ ലേറ്റ് ആവുകയാണ്. അവന് കൃത്യസമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പൂപ്പ, നമുക്ക് വീറിനെ റിമോട്ട് കൺട്രോളിംഗ് ഡിവൈസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? എമിലി വേഗം വാ, നമുക്കിപ്പോ വീറിനെ റിമോട്ട് കൺട്രോളിംഗ് ഡിവൈസ് വെച്ച് ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ വീറിന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല മോളെ.
വീറിനെ സഹായിക്കാൻ എനിക്ക് മാജിക് പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാലോ. ഓ നീ എന്തായി ചെയ്യുന്നത്? എമിലി, നീ ഫൈറ്റ് ചെയ്യ്. ഞാൻ വീറിന്റെ മെമ്മറി ചിപ്പും ഡിഫൻസ് മെക്കാനിസവും ഇപ്പൊ തന്നെ ശരിയാക്കാം. ഓക്കേ അപ്പൂപ്പ, ഫൈറ്റ് ചെയ്യാം. വീർ അവനെ അറ്റാക്ക് ചെയ്യ. അറ്റാക്ക്. ബോസ് ബോസ്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റോബോ ബോയ് ഡ്രാഗോനെ എടുത്തിട്ട് പന്താടുകയാണ്. വീർ, ഇപ്പോൾ ഞാൻ നിനക്കൊരു ചാൻസ് തരികയാണ്. ഇനി അവന് തന്നെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. വീർ, നീ കേൾക്കുന്നുണ്ടോ? നീ ഇപ്പൊ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ഇത്രയും നേരം എമിലിയാണ് നിന്നെ റിമോട്ട് കൺട്രോളിംഗ് ഡിവൈസ് വെച്ച് ഫൈറ്റ് ചെയ്യിപ്പിച്ചത്. ഇനി നിനക്ക് സ്വയം ഫൈറ്റ് ചെയ്യാൻ മോനെ. താങ്ക് യു എമിലി. വരും, നമുക്ക് പോകാം. ഫൈറ്റ് നമുക്ക് അവിടെ നിന്ന് കാണാം. അതിന് ഞാൻ സമ്മതിച്ചാലല്ലേ നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഡിംബാക്ടോ, ഡിംബാക്ടോ, എന്താണ് നീ ഇവിടെ ചെയ്യുന്നത്? ബോസ് ബോസ്, ഇന്ന് ദീപാവലിയല്ലേ, ഞങ്ങൾ സ്വീറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ ബോസ്. എന്റെ ഇലക്ട്രോണിക് റോബോട്ട്സിനെ കൊണ്ട് നീ സ്വീറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോടാ? എന്ത് മണ്ടത്തരമാണ്! ഞാൻ പറയുന്നത് കേൾക്ക്. ഇന്ന് വൈകിട്ട് റോബോ ബോയ് കുട്ടികൾക്ക് ദീപാവലി ആശംസകൾ നേരാൻ ഫുർസത്ഗഞ്ചിലേക്ക് വരികയാണ്. അവനെ എന്റെ ഫിഷർമാൻ റോബോട്ട് തടഞ്ഞു നിർത്തും. ഈ നിറങ്ങളുടെ രാത്രിയായ ദീപാവലിയെ ഞാൻ ഇരുണ്ട രാത്രിയായി മാറ്റാൻ പോവുകയാണ്. റോബോട്ട്, ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. വീർ ദ റോബോ ബോയ് ഭയങ്കര ശക്തിമാനാണ്. നിനക്ക് വളരെ ശക്തിശാലിയായ ഒരു മനുഷ്യനെ ഇതുപോലെ വലയിൽ കൊടുക്കാൻ കഴിയുമോ? ശരി, എന്റെ ബോസ് വളരെ ശക്തിമാനാണ്. ആദ്യം അദ്ദേഹത്തെ ഒന്ന് കുടുക്കി കാണിക്ക്. കൂട്ടുകാരെ, എല്ലാരും നിങ്ങളുടെ കൈകൾ അടിച്ചു പറയൂ, ഹാപ്പി ദീപാവലി. വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാപ്പി ദീപാവലി. ഞാൻ പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയട്ടെ. നോയ്സ്ലെസ് ക്രാക്കേഴ്സ് പൊട്ടിക്കരുത്. എക്കോ ഫ്രണ്ട്ലി പടക്കങ്ങൾ മാത്രം പൊട്ടിക്കുക. എൻജോയ്. ഹാവ് എ ഹാപ്പി ദീപാവലി. അയ്യോ, ക്രാക്കേഴ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് തീ പിടിച്ചു. ആരെങ്കിലും ഫയർ ബ്രിഗേഡിനെ വിളിക്കൂ. അയ്യോ, രക്ഷിക്കൂ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യൂ. അകത്ത് ഒരുപാട് പേരുണ്ട്. രക്ഷിക്ക്. അയ്യോ, എന്നെ രക്ഷിക്ക്. അയ്യോ, എന്നെ തീയിൽ നിന്ന് രക്ഷിക്ക്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ.